ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഇന്ന് എനിക്ക് ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അതായത് ക്ലയൻറ്റിന് വേണ്ടത് ഫേഷ്യൽ വിത്ത് ബ്ലീച്ച് ആയിരുന്നു കേട്ടോ. ഒരു ഫേഷ്യൽ ചെയ്യണമെങ്കിൽ ബ്ലീച്ച് ചെയ്യേണ്ട ആവശ്യം, ഒരു ബ്ലീച്ച് ചെയ്യാനാണെങ്കിൽ ഫേഷ്യൽ ചെയ്യേണ്ട ആവശ്യമില്ല. ബ്ലീച്ചിൽ തന്നെ നമുക്ക് വൈറ്റനിങ് എഫക്റ്റ് കിട്ടില്ലേ. പക്ഷെ VLCCയുടെ പ്രോഡക്റ്റ് മാത്രം ഉപയോഗിക്കുന്നതിൽ വൈറ്റനിങ് എഫക്റ്റ് കിട്ടില്ല കേട്ടോ. VLCC ഫേഷ്യൽസ് സ്കിൻ ഇംപ്രൂവ് ചെയ്യാനുള്ളതും സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാനുള്ളതും സ്കിൻ ഫേമിങ്ങിനുള്ളതും കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളതൊക്കെയാണ്. സ്കിന്നിൽ നമ്മൾ ഫേഷ്യൽ സ്റ്റെപ്സിൽ വരുന്ന മസാജ് കൊടുക്കുമ്പോൾ ആ പ്രൊഡക്ട്സ് സ്കിന്നിലോട്ടേക്ക് പെനിട്രേറ്റ് ചെയ്തിട്ട് സ്കിന്നിനെ ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഫേഷ്യൽസ് ആണ് VLCCയിൽ വരുന്നത്. ഒരു ബ്ലീച്ചിൻ്റെ ഇൻഗ്രീഡിയൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കതിൽ പല കെമിക്കൽസ്, ഫോർ എക്സാമ്പിൾ അമോണിയ, ഹൈഡ്രജൻ പെറോക്സൈഡ്, ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കാണാം. ഇത് ഞങ്ങൾ കണ്ടിന്യൂസ്ലി ഒരു ടൈമില്ലാതെ കണ്ടിന്യൂസ്ലി ചെയ്യുകയാണ്, അതിനൊരു കൃത്യസമയമില്ലാതെ ചെയ്യുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ സ്കിന്നിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, മെലാസ്മ, ഇങ്ങനെയുള്ള ഒരു ഡ്രൈനെസ്, മോയ്സ്ചറൈസ് ഒക്കെ പോകും. ആദ്യത്തെ ആ ഒരു ചെയ്ത തവണയുള്ള ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് മാത്രമേ ഉള്ളൂ. ആഫ്റ്റർ 4 days 5 days നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവാൻ തുടങ്ങും, പീൽ ഓഫ് ആവാൻ തുടങ്ങും. സോ പ്ലീസ് ഡോണ്ട് ഗോ ഫോർ ബ്ലീച്ച്. ഞങ്ങൾക്ക് നല്ല ഫേഷ്യൽസ് ഉണ്ട്, ഡിഫറെൻറ്റ് സ്കിൻ അനലൈസ് ചെയ്തിട്ടുള്ള ഫേഷ്യൽസ് ഉണ്ട്. ഒരിക്കലും ഞങ്ങൾക്ക് വൈറ്റനിങ് തരാൻ പറ്റില്ല, പക്ഷേ ഞങ്ങളുടെ സ്കിന്നിനെ നന്നാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റും. താങ്ക് യു.